ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളി 20 എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 5ഉം 6ഉം ശ്ലോകങ്ങളാണ്. ശ്രീമദ് നാരായണീയം ദശകം 74 ഭഗവാന്റെ മഥുരാപുരി പ്രവേശം. ശ്ലോകം 5. കുബ്ജാമബ്ജവിലോചനാം പഥി പുനർദൃഷ്ട്വാംഗരാഗേ തയാ ദത്തേ സാധു കിലാംഗരാഗമദദാസ്തസ്യാ മഹാന്തം ഹൃദി ചിത്തസ്താം ഋചുതാമഥ പ്രഥയിതും ഗാത്രേപി തസ്യാഃ സ്ഫുടം ഗൃഹ്ണൻ മഞ്ജുകരേണ താമുദനയസ്താവജ്ജഗത്സുന്ദരീം. നമുക്കിതിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. കുബ്ജാം അബ്ജ വിലോചനാം പഥി പുനർദൃഷ്ട്വാംഗരാഗേ തയാ ദത്തേ സാധു കിലാംഗരാഗം അദദാസ്തസ്യ മഹാന്തം ഹൃദി ചിത്തസ്ഥാം ഋജുതാം അഥ പ്രഥയിതും ഗാത്രേപി തസ്യാഃ സ്ഫുടം ഗൃഹ്ണൻ മഞ്ജുകരേണ താം ഉദനയസ്താവത് ജഗത് സുന്ദരീം. അർത്ഥം: പിന്നീട് പഥി വഴിയിൽ അബ്ജവിലോചനാം താമര പോലെയുള്ള കണ്ണുകളോടു കൂടിയവളായ കുബ്ജാം കൂനിയെ ദൃഷ്ട്വ കണ്ടിട്ട് തയ അവളാൽ അംഗരാഗെ കുറിക്കൂട്ട് ദത്തെ നൽകപ്പെട്ടപ്പോൾ തസ്യ അവളുടെ ഹൃദയത്തിൽ മഹാന്തം വലുതായ അംഗരാഗം അനുരാഗം സാധു വേണ്ട പോലെ അദദ കില അങ്ങ് നൽകി പോലും അഥ പിന്നീട് തസ്യ അവളുടെ ചിത്തസ്ഥാം ഉള്ളിലുള്ളതായ ഋജുതാം നേർബുദ്ധിയെ ഗാത്രേ അപി ശരീരത്തിലും സ്ഫുടം വ്യക്തമായി പ്രഥയിതും പ്രകാശിക്കുന്നതിനു വേണ്ടി കരേണ കൈകൊണ്ട് മഞ്ജു മനോഹരമായി മൃദുവായി ഗൃഹ്ണൻ താവത് പിടിച്ചിട്ടാകട്ടെ താം അവളെ ജഗത്സുന്ദരീം ലോകോത്തര സുന്ദരിയായി ഉദനയ അങ്ങ് ഉയർത്തി. നമുക്കിതിലെ അക്ഷരങ്ങൾ നോക്കാം എങ്ങനെ വായിക്കാമെന്നും. കുബ്ജാം അബ്ജ കുബ്ജാമബ്ജ വിലോചനാം വിലോചനാം ലോചന എന്നുള്ളതിന് ച എന്നാണ്. പഥി ധി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. പുനർദൃഷ്ട്വാംഗരാഗേ അതൊന്നിച്ച് ചൊല്ലാനുള്ളതാണ്. പുനർദൃഷ്ട്വാംഗരാഗേ തയാ ദത്തേ സാധു ധു എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. കില അംഗരാഗം ചേർത്തിട്ട് കിലാംഗരാഗം അദദാസ്തസ്യ ചേർത്തിട്ട് ചൊല്ലണത് അദദാസ്തസ്യ മഹാന്തം ഹൃദി ചിത്തസ്ഥാം സ്ഥാം എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഋജുതാം അഥ ചേർത്തു ചൊല്ലുമ്പം ചിത്തസ്ഥാം ഋജുതാം അഥ അഥ എന്നുള്ള അക്ഷരം ഥ എന്നുള്ളത് നന്നായിട്ട് ഊന്നി പറയണം. പ്രഥയിതും ഇവിടെ അതേപോലെ ഥ എന്നുള്ളത് നന്നായിട്ട് ഊന്നി പറയണം. ഗാത്രേ അപി ചേർത്തിട്ട് ഗാത്രേപി തസ്യാഹ് നീട്ടിയിട്ട് വിസർഗം സ്ഫുടം സ്ഫു എന്നുള്ളത് നന്നായിട്ട് ഊന്നി പറയണം. ഗൃഹ്ണൻ ഗൃഹ്ണൻ എന്നാണ് എഴുതിയിട്ടുണ്ടാവുക, പക്ഷെ നമ്മളത് ഉച്ചരിക്കേണ്ടത് ഗൃഹ്ണൻ അങ്ങനെയാണ്. മഞ്ജുകരേണ ഇഞ്ചു എന്നുള്ള ഞാ ജ എന്നാണ്. മഞ്ജുകരേണ താം ഉദനയ സ്ഥാവത് ജഗത് സുന്ദരീം ചേർത്ത് ചൊല്ലുമ്പം താമുദനയസ്താവത് ജഗത് സുന്ദരീം അങ്ങനെ വരും. താവത് ജഗത് അത് ചേർത്തെഴുതുമ്പം ജ 2 ജ എന്ന് വേണം. സ്ഥാവത് ജഗത് സുന്ദരീം സു എന്നുള്ളത് സു എന്നാണ്. സുന്ദരീം
നീട്ടിയിട്ട് മുറുക്കം ജ 2 ജ എന്ന് അത് ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിച്ചോളൂ. ഇഞ്ച എന്നൊന്നായി പോവരുത്. ജ എന്നാണ്, 2 ജ എന്നാണ്. കുബ്ജാമബ്ജവിലോചനാം പഥി പുനർദൃഷ്ട്വാംഗരാഗേ തയാ ദത്തേ സാധു കിലാംഗരാഗമദദാസ്തസ്യ മഹാന്തം ഹൃദി ചിത്തസ്ഥാമൃജുതാമഥ പ്രഥയിതും ഗാത്രേപി തസ്യാഃ സ്ഫുടം ഗൃഹ്ണൻ മഞ്ജുകരേണ താമുദനയസ്താവജ്ജഗത്സുന്ദരീം. അടുത്തത് 6ാമത്തെ ശ്ലോകം. താവന്നിശ്ചിതവൈഭവാസ്തവ വിഭോ നാത്യന്തപാപാജനാ യത്കിഞ്ചിദ്ദദതേ സ്മ ശക്ത്യനുഗുണം താംബൂലമാല്യാദികം ഗൃഹാന കുസുമാദികിഞ്ചന തദാ മാർഗേ നിബദ്ധാഞ്ജലിർനാദിഷ്ടം ബദ ഹായദോദ്യ വിപുലാമാർത്തിം വ്രജാമി പ്രഭോ. നമുക്കിതിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. താവത് നിശ്ചിത വൈഭവാ സ്തവ വിഭോ നാത്യന്ത പാപാ ജനാ യത്കിഞ്ചിത് ദദതേ സ്മ ശക്ത്യനുഗുണം താംബൂല മാല്യാദികം ഗൃഹാനഃ കുസുമാദി കിഞ്ചന തദാ മാർഗേ നിബദ്ധാഞ്ജലിർ നാതിഷ്ഠം ബദ ഹാ യദോദ്യ വിപുലാം ആർത്തിം വ്രജാമി പ്രഭോ. അർത്ഥം: വിഭോ ജഗന്നാഥ, താവത് അപ്പോൾ, തവ അങ്ങയുടെ, നിശ്ചിത വൈഭവ മഹത്വം അറിഞ്ഞിരുന്നവരും, നാത്യന്ത പാപ വളരെ പാപികളല്ലാത്തവരുമായ, ജനാ ജനങ്ങൾ, ശക്തിയനുഗുണം ശക്തിക്കനുസരിച്ച്, താംബൂലമാല്യാദികം താംബൂലം മാലകൾ തുടങ്ങിയവ, യത് കിഞ്ചിത് എന്തെങ്കിലും ചിലത്, ദദതേ സ്മ നൽകി, തത് അപ്പോൾ, കുസുമാദി പുഷ്പം മുതലായവ, കിഞ്ചന ഏതെങ്കിലും വസ്തു, ഗൃഹ്ണാന എടുത്തിട്ട്, മാർഗേ വഴിയിൽ, നിബദ്ധാഞ്ജലി കൂപ്പുകൈ അർപ്പിച്ച്, യഥ യാതൊരു കാരണമായി തീർന്നാൽ, ന അധിഷ്ഠം ഞാൻ നിന്നില്ല, ഹാ ബദ കഷ്ടം തന്നെ, അദ്യ ഇപ്പോൾ, പ്രഭോ മഹാത്മാവേ, വിപുലാം തീവ്രമായ, ആർത്തിം ഖേദത്തെ, വ്രജാമി പ്രാപിച്ചിരിക്കുന്നു. നമുക്കിതിലെ അക്ഷരങ്ങളും എങ്ങനെ വായിക്കാമെന്നും നോക്കാം. താവത് നിശ്ചിത, അത് ചേർത്തിട്ടാണ് താവന്നിശ്ചിത വൈഭവാസ്തവ, വൈഭവാസ്തവ ചേർത്തിട്ട് വൈഭവാസ്തവ. ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. വിഭോ, ഭോ എന്നുള്ള അക്ഷരം ഊന്നി പറയാനുള്ളതാണ്. നാത്യന്ത പാപ ചേർത്തിട്ട് നാത്യന്ത പാപ ജന, യത് കിഞ്ചിത് ദദതേ അത് ചേർത്തിട്ടാണ് യത് കിഞ്ചിദ്ദതേ ദ എന്നിട്ടിരിക്കുന്നത് ചേർത്ത് ചൊല്ലുമ്പം 2 ദ എന്ന് ചേർത്തിട്ട്, സ്മ ശക്തിയനുഗുണം താംബൂല മാല്യാദികം, താംബൂല താംബൂ എന്നൊക്കെ മൃദുവായിട്ട് പറഞ്ഞാൽ മതി. ഗൃഹാന ഈ വാക്കൊന്ന് ശ്രദ്ധിച്ചോളൂ. ഗൃഹാന ഹ് ണ എഴുതിയിട്ടുണ്ടാവുക, പക്ഷേ അത് ണ ഹ അങ്ങനെ ഉച്ചരിക്കണം. ഗൃഹാന അവിടെ വിസർഗം. കുസുമാദി കിഞ്ചന ഞ്ച എന്നുള്ളത് ഞാ ച എന്നാണ്. തത് മാർഗേ നിബദ്ധാഞ്ജലിർ ധ എന്നുള്ളത് നന്നായിട്ട് ഊന്നി പറയണം. അഞ്ജലിർ എന്നുള്ളതിന് ഞാ ജ എന്നാണ്. അഞ്ജലിർ നിബദ്ധാഞ്ജലിർ നാദിഷ്ടം ചേർത്ത് ചൊല്ലുമ്പോൾ ന എന്ന് ഡബിളായിട്ട് ചൊല്ലണം. നാദിഷ്ടം ഷ്ടം എന്നുള്ളത് നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ബദ ഹാ യദ അദ്യ യദോദ്യ വിപുലാമാർത്തിം, വിപുലാം ആർത്തിം ചേർത്ത് ചൊല്ലുമ്പോൾ വിപുലാമാർത്തിം
വ്രജാമി പ്രഭോ. ഭോ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. താവന്നിശ്ചിത വൈഭവാസ്തവ വിഭോ നാത്യന്ത പാപാജന യത്കിഞ്ചിദ്ദദതേ സ്മ ശക്ര്യനുഗുണം താംബൂലമാല്യാദികം ഗൃഹാന കുസുമാദികിഞ്ചന തദ് മാർഗേ നിബദ്ധാഞ്ജലിർനാതിഷ്ഠംബതഃ യതോദ്യ വിപുലാമാർത്തിം വ്രജാമി പ്രഭോ. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.